1 കപ്പ് ഉണക്കലരി നന്നായി കഴുകിയതിന് ശേഷം 2-3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുക. അല്ലെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. ഇനി 500 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഉരുകി തിളച്ച് വരുമ്പോൾ ഇതൊരു പാനിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് ഒരു തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെള്ളമൊക്കെ നന്നായി വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടയുണ്ടാക്കാനുള്ള ഇലയും കൂടെ ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക. നേരത്തെ കുതിരാനായിട്ട് വെച്ച ഉണക്കലരി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്ത് ഒരുപാട് ലൂസാവാതെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഇനി വാട്ടിയെടുത്ത വാഴയിലക്കകത്ത് ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. നേരത്തെ റെഡിയാക്കിയ ഫില്ലിങ്ങും കൂടെ ഒരു സൈഡിൽ പരത്തി വെച്ച് കൊടുക്കുക. ഇനി ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കിയതിന് ശേഷം ആവി വരുന്ന സ്റ്റീമറിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കാം. 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂവട തയ്യാറായിട്ടുണ്ടായിരിക്കും. നേദിക്കാനുള്ള അടയാവുമ്പോൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാറില്ല. അതേപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം.